നമസ്കാരം. മ്യാൻമറിലെയും റഷ്യയിലെയും സമീപകാല ഭൂകമ്പങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പുകൾക്ക് വഴിയൊരുക്കിയിരുന്നു. പ്രകൃതിയുടെ സംഹാരതാണ്ഡവം ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുന്നതാണ്. നിരവധി രാജ്യങ്ങൾ വലിയ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിലെ ഭൂകമ്പ രേഖകളും നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ NOAA ഡേറ്റയും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള 10 രാജ്യങ്ങളുടെ പട്ടിക പരിശോധിക്കാം. ഇതിൽ ഇന്ത്യ ഉൾപ്പെടുന്നുണ്ടോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ വർഷം മാർച്ചിൽ മ്യാൻമറിലെ സാഗയിങ്ങിലുണ്ടായ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം 5000-ലധികം പേരുടെ ജീവനാണ് അപഹരിച്ചത്. തൊട്ടു പിന്നാലെ ജൂലൈയിൽ റഷ്യയിലെ കാംചട്ക ഉപദ്വീപിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം പസഫിക് സമുദ്രമേഖലയിലെ 44 രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പുകൾക്ക് കാരണമായി. ഈ സംഭവങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. NOAAയുടെയും ഭൂകമ്പ രേഖകളുടെയും അടിസ്ഥാനത്തിൽ 1990 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ ഉണ്ടായ രാജ്യങ്ങൾ ഇനി പറയുന്നവയാണ്. ഇതിൽ ആദ്യത്തെ രാജ്യം ചൈനയാണ്. 1990 മുതൽ ആകെ 186 ശക്തമായ ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തി ചൈന ഈ പട്ടികയിൽ ഒന്നാമതാണ്. ലോങ് മെൻഷാൻ, ഹിമാലയൻ ഫോൾട്ട് ലൈനുകൾ എന്നിവ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ, തെക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങൾ ഉയർന്ന ഭൂകമ്പ മേഖലകളിലാണുള്ളത്. 2008 സിച്ചുവാൻ ഭൂകമ്പവും 1976 ടാങ്ഷാൻ ഭൂകമ്പവും ഉൾപ്പെടെ വലിയ ജീവഹാനിക്കും നാശനഷ്ടങ്ങൾക്കും കാരണമായിട്ടുണ്ട്. രണ്ടാമതുള്ളത് ഇന്തോനേഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നായ ഇന്തോനേഷ്യ 1990 മുതൽ 166 വലിയ ഭൂകമ്പങ്ങൾ ഉൾപ്പെടെ ഏകദേശം 1000 ഭൂകമ്പങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ദുരന്തങ്ങളിലൊന്നായ 2004 സുമാത്ര ഭൂകമ്പവും സുനാമിയും ഇവിടെയാണ് സംഭവിച്ചത്. ഇറാനാണ് മൂന്നാമത്. അറേബ്യൻ യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിലെ കൂട്ടിക്കിടി മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇറാൻ വലിയ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യം തന്നെയാണ്. നാലാമത് ജപ്പാൻ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പത്തിന് സാധ്യതയുള്ള റിംഗ് ഓഫ് ഫയറിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ജപ്പാനിൽ നിരന്തരമായി ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. 1990 മുതൽ ആകെ 98 മെഗാ ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തി. ചെറിയ ഭൂകമ്പങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ ഞെട്ടിക്കുന്നതാവും ആ ഒരു സംഖ്യ. 2011 തോഹോക്കു ഭൂകമ്പവും സുനാമിയും 20,000-ലധികം പേരുടെ ജീവനാണ് എടുത്തത്. അമേരിക്കയാണ് ഈ കൂട്ടത്തിൽ 5ാമതായി ഉള്ളത്. വിശാലമായ ഭൂപ്രദേശമുള്ള അമേരിക്കയിൽ 1990 മുതൽ 78 ശക്തമായ ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. കാലിഫോർണിയയിലും അലാസ്കയിലും പ്രത്യേകിച്ച് സാൻ ആൻഡ്രിയാസ് ഫോൾട്ടിനും അടുത്താണ് ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുള്ളത്. 6ാമത് തുർക്കിയാണുള്ളത്. കിഴക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള നോർത്ത് അനറ്റോലിയൻ ഫോൾട്ടിൽ സ്ഥിതി ചെയ്യുന്ന തുർക്കിയിൽ നിരവധി മാരകമായ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1999 ഇസ്മിറ്റ് ഭൂകമ്പത്തിൽ 18,373 പേർ മരിക്കുകയും 48,901 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 50,000-ലധികം പേർ മരിച്ച കഹ്റമൻമാരസ് ഭൂകമ്പവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആശങ്കയോടെ കേൾക്കണം, ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യ 7ാമതാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലും ഹിമാലയൻ മേഖലയിലും ഗണ്യമായ ഭൂകമ്പ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. യുറേഷ്യൻ ഫലകവുമായുള്ള ടെക്ടോണിക് കൂട്ടിയിടിയുടെ ഫലമായി 2001 ഗുജറാത്ത് ഭൂകമ്പം ഉൾപ്പെടെയുള്ള വിനാശകരമായ ഭൂകമ്പങ്ങൾക്ക് ഇത് കാരണമായിട്ടുണ്ട്. ഗുജറാത്ത് ഭൂകമ്പത്തിൽ ഏതാണ്ട് 20,000-ലധികം പേരാണ് മരിച്ചത്. ഫിലിപ്പീൻസാണ് 8ാമതുള്ളത്. കടൽ ഫലകത്തിനും യുറേഷ്യൻ ഫലകത്തിനും ഇടയിലുള്ള ടെക്ടോണിക് പ്രതിപ്രവർത്തനം ഫിലിപ്പീൻസിൽ ഭൂകമ്പ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. 1990 മുതൽ രാജ്യത്ത് 55 വലിയ ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1990 2412 പേർ കൊല്ലപ്പെട്ട 7.7 തീവ്രതയുള്ള ലൂസോൺ ദ്വീപ ഭൂകമ്പവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ടെക്ടോണിക് പ്ലേറ്റുകളുടെ സ്ഥാനചലനത്തിൻ്റെ പരിധിക്കുള്ളിലുള്ള വടക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയാണ് 9ാം സ്ഥാനത്തുള്ളത്. ഇവിടെ ഭൂകമ്പങ്ങൾ പതിവാണ്. ഭൂകമ്പ സാധ്യതയുള്ള ഹിന്ദുക്കുഷ് മേഖലയിലാണ് അഫ്ഗാനിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. 10ാമതാണ് അഫ്ഗാനിസ്ഥാനുള്ളത്. ഇന്ത്യൻ യുറേഷ്യൻ ഫലകങ്ങളുടെ കൂട്ടിയിടി മൂലമുണ്ടാകുന്ന പ്രവർത്തനം കാരണം അഫ്ഗാനിസ്ഥാൻ പലപ്പോഴും ശക്തമായ ഭൂകമ്പങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്.